ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എനിക്ക് പനിയാണ്. ഏട്ടനാണ് ആദ്യം വീട്ടിൽ പനി വന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പനിയൊന്ന് മാറി. അതായത് ഫുൾ മാറിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് മാറി. പിന്നെ ആണെങ്കിൽ കുഞ്ഞിന് പനിയായിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാലും അവന് കഫക്കെട്ട് ഇപ്പോഴും ഉണ്ട് കുഞ്ഞിന്. അന്നേരത്തേക്ക് എനിക്കും പനിയായി. എനിക്ക് പനിയായപ്പോഴത്തേക്ക് എന്നെ ഏട്ടന് കൈയോടെ തുടക്കം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. കാരണം പെട്ടെന്ന് മാറണ്ടായോ, അതിന് വേണ്ടി എന്നെ കൊണ്ടുപോയി. പിന്നെ ആണെങ്കിൽ നാളെ തൊട്ട് എനിക്ക് കടയിൽ പോകണം. അമ്മയുടെ കടയിലായി തൊട്ട് ഞാൻ നിൽക്കാൻ. അമ്മയ്ക്ക് കൈ ഒന്ന് ചെറുതായിട്ട് ഒടിഞ്ഞ്, അങ്ങനെ വീണൊടിഞ്ഞ്, അങ്ങനെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഉണ്ട് കൈക്ക്. അപ്പോൾ 5 ദിവസം ചേച്ചിയാണ് അമ്മയോട് ആശുപത്രി നിൽക്കുന്നത്. അപ്പോൾ കടയായാലും നോക്കണം. അതെന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. കൊണ്ട് ഞാൻ കടയിൽ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിന് മുന്നേ പനിയൊക്കെ മാറ്റണമെന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് എന്നെ കെട്ടിയെടുത്തതിൻ്റെ ഏട്ടൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ആണെങ്കിൽ തുടങ്ങിയതേ ഉള്ളൂ പനി. അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പം. ഭയങ്കര ക്ഷീണമുണ്ട്. പോയാൽ ഒരു ട്രിപ്പ് ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പോകുന്നത്. പിന്നെ വെള്ളക്കുപ്പി കൊടുക്കണമായിരുന്നു. അത് അമ്മയുടെ കടയിൽ കൊടുത്തിട്ടാണ്. ആ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഞാൻ. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആണെങ്കിൽ എനിക്ക് വലിയ ഇതാണെന്ന് പറഞ്ഞാൽ പനി, ചുമ, തൊണ്ടവേദന ഇത്രയൊക്കെ ഉള്ളു. പിന്നെ അങ്ങ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ പ്രൈവറ്റിലോട്ടാണ് പോയത്, മോനി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. ആൾക്കാർ കുറവായിരുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ. പക്ഷേ ട്രിപ്പിട്ട് കിടക്കാൻ കുറേ പേരുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റർമാരും ഡോക്ടർമാരും പാവമാണേ. ഞാൻ ചെന്ന് എനിക്ക് കുത്തിയപ്പെടുത്ത് പറഞ്ഞു. ഞാൻ കിടന്നു പോയി. ആദ്യമേ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കിടന്നു. അപ്പോൾ എന്നോട് നേഴ്സ് പറഞ്ഞു, കൊച്ചു കള്ളി, എന്നെ കാത്ത് കിടക്കല്ലേടി കൊച്ചു കള്ളി എന്ന് പറയുമ്പോൾ ചിരി വരുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒത്തിരി ചിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് മരുന്ന് മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. എന്നാലും ചെറിയൊരു ചാറ്റലുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ പോയി ഗുളികയൊക്കെ മേടിച്ചു. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഗുളിക ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നമ്മൾ കൊണ്ടുപോയില്ല. കാരണം പനി ആയതുകൊണ്ട് ഹോസ്പിറ്റൽ മഴയും നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ പാലെടുത്ത് ഉറക്കി കിടത്തിയിട്ടാണ് ഞാനും ഏട്ടനും ഇറങ്ങിയത്. ചേച്ചി വീട്ടിലുണ്ടായതുകൊണ്ട് അവനെ ചേച്ചി നോക്കിക്കോളും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി അവരെണ്ണിട്ടോ ഇല്ല, ഇതുവരെ കോളൊന്നും വന്നില്ല. കുഞ്ഞെണ്ണിട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ചെല്ലുമ്പോഴാണ് അറിയേണ്ടത്. പിന്നെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കയറി. പിന്നെ എനിക്ക് ഒരു ഗുളിക ഉണ്ടായിരുന്നു. എനിക്ക് ഗുളിക കഴിക്കാനേ മടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മടിയുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം എനിക്ക് വലിയ ഗുളികകൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര മടി. തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്ന പോലെ തോന്നും. ചെറിയ ഗുളികയാണ് എനിക്ക് കുഴപ്പമില്ല.